വിശദമായ വാർത്തയിലേക്കാണ്. CPMന്റെ സൈബർ ടീമിൽ പൊട്ടിത്തെറി. ടീമിന്റെ തലവൻ MP നികേഷ് കുമാറിന്റെ നിലപാടുകളിൽ പ്രതിഷേധിച്ച 3 മുതിർന്ന മാധ്യമ പ്രവർത്തകർ രാജിവെച്ചു. ദേശാഭിമാനി മുൻ ന്യൂസ് എഡിറ്റർമാരായ KV സുധാകരൻ, K മോഹൻദാസ്, ES സുഭാഷ് എന്നിവരാണ് ടീം വിട്ടത്. സൈബർ ഇടപെടലിൽ മുഖ്യമന്ത്രി അതൃപ്തിയിലാണ്. വിവരങ്ങളുമായി D ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, ഏതായാലും CPMന്റെ സൈബർ ടീമിലാണ് പൊട്ടിത്തെറി ഉണ്ടായെന്നൊരു വിവരം ലഭിക്കുന്നത്. ടീമിന്റെ തലവനായ MP നികേഷ് കുമാറിന്റെ നിലപാടുകളിൽ പ്രതിഷേധിച്ചാണ് ഇത്തരത്തിൽ മുതിർന്ന മാധ്യമ പ്രവർത്തകർ രാജിവെച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? ദേശാഭിമാനി ദിനപത്രത്തിൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന പത്രാധിപ സമിതി അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വലിയ തരത്തിലുള്ള ഒരു സൈബർ സംഘത്തിനെയാണ് CPM നേതൃത്വം നൽകിക്കൊണ്ടിരുന്നത്. എന്നാൽ ഈ സമീപകാലത്ത് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് മുതൽ തന്നെ ഈ സൈബർ ഇടപെടലുകൾ വലിയ തരത്തിൽ പരാജയപ്പെടുന്നുവെന്ന് തന്നെ മുഖ്യമന്ത്രി തന്നെ CPM നേതൃത്വത്തെ അറിയിച്ചിരുന്നു. പ്രത്യേകിച്ചും ഈ കഴിഞ്ഞ സമീപകാലങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ള പല സംഭവങ്ങളിലും CPMൻ്റെ സൈബർ സംഘങ്ങൾ കൃത്യമായി ഇടപെടുന്നില്ല. ഒപ്പം തന്നെ മുഖ്യമന്ത്രിക്കും പാർട്ടിക്കുമെതിരെ ഉയർന്നു വരുന്ന ആരോപണങ്ങൾ നേരിടുന്ന തരത്തിലുള്ള മറുപടികൾ നൽകുന്നില്ല. ഇങ്ങനെ പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു. പക്ഷേ ഇതിന് നേതൃത്വം നൽകിക്കൊണ്ടിരുന്ന MP നികേഷ് കുമാറിൻ്റെ ഭാഗത്തുള്ള ചില പോരായ്മകളാണ് ഇതിന് കാരണം എന്ന് തന്നെയായിരുന്നു ഈ സംഘത്തിൽ ഒപ്പമുണ്ടായിരുന്ന ദേശാഭിമാനിയിലെ മുൻ പത്രാധിപ സമിതി അംഗങ്ങളായ മോഹൻദാസും അതുപോലെ തന്നെ KV സുധാകരനും സുഭാഷും ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരുന്നത്. അവർക്ക് കടുത്ത വിയോജിപ്പും ഉണ്ടായിരുന്നു. ആ വിയോജിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ അവർ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സൈബർ സംഘത്തിൽ നിന്നും മാറിപ്പോവുകയും ചെയ്തിരിക്കുന്നു. തൊട്ടു പിന്നാലെ ഇപ്പോൾ MP നികേഷ് കുമാറിനെ മാറ്റണം എന്നൊരു ആവശ്യം CPMൻ്റെ ഒരു വിഭാഗം ഉയർത്തിക്കൊണ്ട് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പാണ്. തിരഞ്ഞെടുപ്പ് സമയത്ത് ഇത്രയും മന്ദഗതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സൈബർ സംഘം വേണ്ട എന്നുള്ള നിലപാടാണ് ചില നേതാക്കന്മാർ തന്നെ പറയുന്നത്. അതൃപ്തി പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിലും ചർച്ചയായിരുന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തന്നെ ഈ സൈബർ ഇടപെടലുകൾ വലിയ തരത്തിൽ മന്ദഗതിയിലാണെന്നും അത് പ്രത്യേകിച്ചും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് എതിർ ആരോപണങ്ങൾ ഉന്നയിക്കാനോ അല്ലെങ്കിൽ അതിന് തടയിടാനോ കഴിയുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സൈബർ സംഘത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല എന്ന തരത്തിൽ തന്നെ വലിയ തരത്തിലുള്ള പരാതികൾ ഉയർന്നു വന്നിരുന്നു. ഈ സാഹചര്യത്തിലൊക്കെ തന്നെയാണ് ഇപ്പോൾ ഈ അതൃപ്തി പുറത്തേക്ക് വന്നിരിക്കുന്നത്. മാത്രവുമല്ല ഇവർ ഇപ്പോൾ ഈ ദേശാഭിമാനി സംഘത്തിലുണ്ട് അല്ലെങ്കിൽ ദേശാഭിമാനിയുടെ മുതിർന്ന മാധ്യമപ്രവർത്തകരായ ഈ 3 പേരും ഇപ്പോൾ ഈ സൈബർ സംഘത്തിൽ നിന്നും പിന്മാറിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്നത്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വീണ്ടും ഒരു മാറ്റങ്ങൾ പ്രതീക്ഷിക്കാമെന്ന് തന്നെ ചില നേതാക്കന്മാർ പറയുന്നുണ്ടെങ്കിൽ തന്നെയും MP നികേഷ് കുമാറിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു സൈബർ സംഘത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരിക്കൽ പോലും പാർട്ടി സംസ്ഥാന സെക്രട്ടറി തയ്യാറാകുന്നില്ല. പ്രത്യേകിച്ച് MP ഗോവിന്ദൻ മാസ്റ്ററുടെ സംരക്ഷണത്തിൽ MP നികേഷ് കുമാർ ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു തരത്തിൽ ഇപ്പോൾ ഉയർന്നു വരുന്ന ഒരു പരാതി. കാരണം ഈ പ്രായോഗികമായ തരത്തിലുള്ള രാഷ്ട്രീയം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു പ്രവർത്തനം ഈ സൈബർ ടീം അംഗങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല എന്നാണ് പല നേതാക്കന്മാരും പറയുന്നത്. പ്രത്യേകിച്ചും ഈ സമീപകാലങ്ങളിലുണ്ടായ രാഷ്ട്രീയ സംഭവവികാസങ്ങൾ ആ സംഭവവികാസങ്ങൾ കൃത്യമായി ജനങ്ങളിൽ എത്തിക്കുന്ന കാര്യത്തിൽ നവമാധ്യമങ്ങളിലൂടെ പുറത്തു കൊണ്ടുവരുന്ന കാര്യത്തിലൊക്കെ തന്നെ വീഴ്ച സംഭവിച്ചു എന്ന് തന്നെയാണ് മുതിർന്ന നേതാക്കളിൽ ചിലർ പറയുന്നത്. ഇത് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലും വലിയ തരത്തിൽ തന്നെ ചർച്ചയാവുകയും ചെയ്തിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഈ ദേശാഭിമാനിയിൽ നേരത്തെ ഉണ്ടായിരുന്ന പത്രാധിപ സമിതിയിലുണ്ടായിരുന്ന അംഗങ്ങൾ തന്നെ രാജിവെച്ച് പുറത്തേക്ക് പോയിരിക്കുന്നത്. പുതിയ അംഗങ്ങൾ ആരൊക്കെയായിരിക്കും അല്ലെങ്കിൽ ഈ സൈബർ സംഘങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. പ്രത്യേകിച്ചും തിരഞ്ഞെടുപ്പ് അടുത്തെത്തിയിരിക്കുന്ന സമയത്ത് തന്നെ ഈ നവമാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ കാര്യക്ഷമതയില്ല എന്നുള്ള വലിയ തരത്തിലുള്ള പരാതി ഉയർന്നു വരുന്നത് കൊണ്ട് തന്നെ ഒരു മാറ്റം ഉടൻ തന്നെ പ്രതീക്ഷിക്കാൻ കഴിയും എന്നാണ് ചില നേതാക്കന്മാർ തന്നെ പറയുന്നത്. മുഖ്യമന്ത്രി കൃത്യമായും അദ്ദേഹത്തിൻ്റെ അതൃപ്തി നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. കാരണം ശബരിമല അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട സമയത്തൊക്കെ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു. അതിന് തടയിടുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഈ നവമാധ്യമ വിഭാഗത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നാണ് മറ്റൊരു പരാതി. പ്രത്യേകിച്ചും ഈ ശബരിമല അയ്യപ്പ സംഗമത്തിന് ശേഷമായിരുന്നു വലിയ തരത്തിലുള്ള ആക്രമണം മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും നേരെ ഉയർന്നു വന്നിട്ടുള്ളത്. അത്തരം ആക്രമണങ്ങളെ നേരിടുന്ന തരത്തിൽ അല്ലെങ്കിൽ അത് നേരിടുന്നതിനോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള കാര്യങ്ങൾ കണ്ടെത്തി അത് പ്രചരിപ്പിക്കുന്ന കാര്യത്തിലുമൊക്കെ തന്നെ വീഴ്ച സംഭവിച്ചിരിക്കുന്നു എന്നതാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉയർന്നു വന്ന ആരോപണം. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെ ഈ മുഖ്യമന്ത്രി ആ അതൃപ്തിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ നവമാധ്യമത്തിൽ തന്നെ ഒരു മാറ്റത്തിനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. പക്ഷേ MP നികേഷ് കുമാറിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരുവാൻ പാർട്ടി നേതൃത്വവും തയ്യാറല്ല. ശരി, വ്യക്തമാണ്. D ബിനോയാണ് വിവരങ്ങൾ നൽകിയത്.